പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. ഫോഴ്സിൻ്റെ മോട്ടിവേഷണൽ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രായം തികച്ചും ആപേക്ഷികമാണെന്ന് പറയാം. അധ്വാനിക്കാനും വിജയങ്ങൾ നേടിയെടുക്കാനുമുള്ള ഒരാളുടെ മാനസികാവസ്ഥയും ചങ്കുറുപ്പും അനുസരിച്ചാണ് അയാൾ യുവത്വമുള്ള വ്യക്തിയാണോ അതോ വാർദ്ധക്യാവസ്ഥയിലാണോ എന്ന് വിലയിരുത്തുവാൻ കഴിയുക. കഴിഞ്ഞ ദിവസം നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ മുൻ മുഖ്യമന്ത്രി ശ്രീ VS അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെ 90കളിൽ പോലും യുവത്വത്തിൻ്റെ പ്രസരിപ്പോടെ സമരനായകനായും അനേകരുടെ ആവേശമായും ജീവിച്ചിരുന്ന വ്യക്തിയാണെന്ന് നമുക്കൊക്കെ അറിയാം. എന്നാൽ വളരെ ചെറുപ്പത്തിലെ തന്നെ വാർദ്ധക്യത്തിലേക്ക് വഴുതി വീണ നിരവധി പേർ നമുക്ക് ചുറ്റുമുണ്ടെന്ന വസ്തുതയും നമുക്കറിവുള്ള കാര്യമാണ്. ഇന്ത്യയിൽ നടത്തുന്ന പരീക്ഷകളിൽ വിജയിക്കാൻ പൊതുവെ പ്രയാസമുള്ള ഒന്നാണ് CA അഥവാ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് എന്നത്. യുവജനങ്ങളായ പലരും പല ആവർത്തി ശ്രമിച്ചിട്ടും മെയിൻ പരീക്ഷകൾ വിജയിക്കാൻ കഴിയാതെ ആ ശ്രമം പാതി വഴിയിൽ വെച്ച് എന്നേക്കുമായി ഉപേക്ഷിക്കുന്നവരുണ്ട്. മധ്യവയസ്സനായി തീർന്ന ഒരാൾക്ക് CA പോലുള്ള പരീക്ഷ പാസ്സാക്കണമെന്ന മോഹമുണ്ടായാൽ ഒരുപക്ഷെ നാമൊക്കെ അതിനെക്കുറിച്ച് പറയുക വയസ്സുകാലത്തുള്ള ഒരു വല്ലാത്ത ആഗ്രഹമേ, അയാൾക്കിത് എന്തിൻ്റെ സൂക്കേടാ എന്നൊക്കെയായിരിക്കും. എന്നാൽ 40 വയസ്സ് കഴിഞ്ഞ ഒരാൾ MCOM പഠനവും ഒപ്പം CA പഠനവും ഒരുമിച്ച് കൊണ്ടുപോകാൻ തയ്യാറായ, അസാമാന്യ ചങ്കുറപ്പും അതിനേക്കാളധികം കഠിനാധ്വാനം മുതൽക്കൂട്ടായ, അതിനുവേണ്ടി പലതും ത്യജിക്കാൻ തയ്യാറായ, അവിശ്രാന്ത പരിശ്രമത്തിലൂടെ വിജയം വരിച്ച ഒരു സ്ത്രീ ജന്മം ഞാനിപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിലെ മധുരയിലുണ്ട്. പേര് ശ്രീമതി പത്മാവതി ഹരിഹരൻ CA. എനിക്കും എന്നെ ശ്രവിക്കുന്ന നിങ്ങൾക്കും ഒരുപാട് ആവേശവും പ്രചോദനവും പകർന്നു തരാവുന്ന ഒരു അസുലഭ പ്രതിഭ. ചെറുപ്പത്തിൽ ഒരു ബിരുദധാരി ആകണമെന്നായിരുന്നു അവരുടെ വലിയ ആഗ്രഹം. എന്നാൽ 17-ാം വയസ്സിൽ വിവാഹിതയാകേണ്ടി വന്നു. താമസിയാതെ 3 മക്കളുടെ അമ്മയുമായി. പിന്നെ കുടുംബകാര്യങ്ങൾ മാത്രമായിരുന്നു അവരുടെ ഓരോ ശ്വാസത്തിലും ചിന്തയിലും. അതോടെ ബിരുദം നേടുക എന്നത് ഒരിക്കലും നടക്കാത്തൊരു സ്വപ്നമായി അവശേഷിച്ചു. അങ്ങനെയൊക്കെ ആണെങ്കിലും എങ്ങനെയെങ്കിലും ബിരുദം നേടണമെന്നത് ദീപ്തമായ ആഗ്രഹമായി ഒരു കനലായി ഉള്ളിൽ എരിയുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. മക്കളൊക്കെ ഏറെക്കുറെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രായമായപ്പോൾ ഉള്ളിലുണ്ടായിരുന്ന ആഗ്രഹം വർദ്ധിത വീര്യത്തോടെ പുറത്തേക്ക് വന്നു. അതൊരാഗ്രഹം മാത്രമായി നിലനിൽക്കുകയോ നടക്കാത്ത മോഹമായി കട്ടടങ്ങി പോവുകയോ ചെയ്തില്ല. പകരം മധുര കാമരാജ് യൂണിവേഴ്സിറ്റിയുടെ വിദൂര വിദ്യാഭ്യാസത്തിലൂടെ 42-ാം വയസ്സിൽ BCom പാസ്സായി. ആ പ്രായത്തിലും പഠിക്കാനുള്ള അവരുടെ ആഗ്രഹവും താല്പര്യവും ആവേശവും കണ്ട് ശ്രീ CVS മണി എന്ന ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ശ്രീമതി പത്മാവതിയുടെ മധ്യവയസ്ക മനസ്സിൽ CA എന്ന മോഹം ജനിപ്പിക്കുകയും അത് പ്രോജ്വലമാക്കുകയും ചെയ്തു. ആ പരീക്ഷയുടെ കാഠിന്യത്തെക്കുറിച്ചും തൻ്റെ പ്രായത്തെക്കുറിച്ചും കുടുംബ തിരക്കുകളെക്കുറിച്ചുമൊക്കെ പൂർണ്ണ ബോധ്യമുണ്ടായിരുന്ന ശ്രീമതി പത്മാവതിക്ക് ആ ലക്ഷ്യം വേണ്ട എന്ന തീരുമാനത്തിലെത്താൻ അധികം പ്രയാസമുണ്ടായില്ല. എങ്കിലും MCOMന് ചേർന്ന് പഠനം ആരംഭിച്ചു. പക്ഷേ ശ്രീ CVS മണി വീണ്ടും ഒരു പ്രചോദനമായി വന്നു. MCOMും CAയും സമാന്തരമായി പഠിക്കാമെന്നും അത് നേടിയെടുക്കാവുന്നതേ ഉള്ളൂവെന്നും പറഞ്ഞ് വളരെയധികം പ്രോത്സാഹനം നൽകി. വീട്ടുകാരും അതിന് സപ്പോർട്ട് കൊടുത്തു. ആ പ്രോത്സാഹനം ശ്രീ പത്മാവതിയിൽ ആദ്യം ഒരു കനലായും പിന്നീട് അത് ആളിക്കത്താനും നിമിത്തമായി. 45 വയസ്സായ അതിനോടകം അമ്മൂമ്മയായി തീർന്ന അവർ MCOMനോടുകൂടി CAക്ക് കൂടി ചേർന്ന് പഠിക്കാൻ ആരംഭിച്ചു. പിന്നീട് അങ്ങോട്ട് പഠനവും പരീക്ഷയുമൊക്കെ ഒരു തപസ്യയായിരുന്നു. മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ആൾക്കൂട്ടത്തിൽ നിന്ന് ഒഴിഞ്ഞ് വീട്ടുകാരുടെയും അയൽവാസികളുടെയും ശല്യം ഒഴിവാക്കാൻ ചിലപ്പോൾ സ്വന്തം മുറിയോ വീടോ പൂട്ടി ഏകാഗ്രമായിരുന്നാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ളൊരു പരിശ്രമത്തിൻ്റെ അവസാനം 50-ാം വയസ്സിൽ ഏവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അനേകായിരങ്ങൾക്ക് ആവേശവും പ്രചോദനവും പകർന്നുകൊണ്ട് അവർ CA പാസ്സായി ചരിത്രത്തിൻ്റെ ഭാഗമായി തീർന്നു. പഠനം അവിടം കൊണ്ട് നിർത്തിയില്ല. 73-ാം വയസ്സിൽ 98% മാർക്കോടെ സംസ്കൃത ഭാരതി പരീക്ഷയും അവർ പാസ്സായി. ഇപ്പോൾ 86-ാം വയസ്സിലും ചുറുചുറുക്കോടെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശ്രീമതി പത്മാവതി ഹരിഹരൻ CA മക്കൾക്കും കുഞ്ഞുമക്കൾക്കും മാത്രമല്ല, തൻ്റെ കഥ കേൾക്കുന്ന ഏതൊരു വ്യക്തിയും ആവേശവും പ്രചോദനവുമായി പീഠത്തിന്മേൽ കത്തിച്ചു വെച്ച വിളക്ക് കണക്ക് ശോഭിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇതിൻ്റെയൊക്കെ രഹസ്യം എന്തെന്ന് ചോദിക്കുന്നവരോട് അവർക്ക് പറയാൻ ഒന്നു മാത്രം: പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക, വിജയം നിങ്ങളെ കൈവിടില്ല. ഒരേ ദിവസം തന്നെ MCOMൻ്റെയും CAയുടെയും പരീക്ഷകൾ ഒരുമിച്ച് വന്നപ്പോൾ തളർന്നു പോവുകയോ പരീക്ഷ ഉപേക്ഷിക്കുകയോ ചെയ്തില്ല. മറിച്ച് അത് രണ്ടും ഒരേ ദിവസം എഴുതി ആ വിഷയങ്ങളിൽ മികച്ച വിജയം വരിക്കുകയുണ്ടായി. വിജയിക്കണമെന്നോ ഒരു കാര്യം നേടിയെടുക്കണമെന്നോ നമ്മൾ തീരുമാനിക്കുകയും അതിനായി ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും ചെയ്താൽ നേടിയെടുക്കാൻ കഴിയാത്തതായ അധികമൊന്നും കാര്യങ്ങളില്ലെന്ന് ശ്രീമതി പത്മാവതി ഹരിഹരൻ CA ലോകത്തോട് വിളിച്ചു പറയുന്നു. തീക്ഷ്ണമായ ആഗ്രഹവും ആത്മാർത്ഥമായ കഠിനാധ്വാനവും വിജയം എന്ന നാണയത്തിൻ്റെ 2 വശങ്ങളാണെന്ന കാര്യം മറക്കാതിരിക്കുക. നമ്മൾ ഏത് പ്രായത്തിലുള്ളവരാകട്ടെ, ഒരു കാര്യം നേടിയെടുക്കാനോ ഏതെങ്കിലും ലക്ഷ്യത്തിൽ എത്തിച്ചേരാനോ വിജയം വരിക്കാനോ നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്താൽ ശ്രീമതി പത്മാവതി ഹരിഹരനെ പോലെ വിജയങ്ങൾ നമ്മളുടെ ജീവിതത്തിലും അന്യമല്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. എന്നെ ശ്രവിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി.